നമ്മുടെ സ്വന്തം കോഹ്ലിക്കോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്കോ കെ എൽ രാഹുലിനോ 2020 കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ തകർക്കാൻ പറ്റാത്തൊരു റെക്കോർഡ് നമ്മുടെ സ്വന്തം സഞ്ജുവിന് കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു റെക്കോർഡിന് അരികെ നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം സഞ്ജു. ഇന്ന് അയർലൻഡ് വേഴ്സസ് ഇന്ത്യ 2020 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സഞ്ജു പ്ലേയിങ് 11 ഉണ്ടെങ്കിൽ പുള്ളി ഓപ്പണിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇറങ്ങി ഒരു 50+ സ്കോറും കൂടി എടുക്കുകയാണെങ്കിൽ ഇവർക്കെല്ലാം മേളിൽ നിൽക്കുന്ന ഒരു റെക്കോർഡ് സഞ്ജുവിനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ റെക്കോർഡ് എന്താണെന്നല്ലേ? കോൺസിക്യൂട്ടീവായിട്ട് അടുപ്പിച്ച് 3 അല്ലെങ്കിൽ അതിന് മുകളിൽ കളികളിൽ 50+ സ്കോർ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കളിക്കാരൻ എന്നൊരു ഗോൾഡൻ ചാൻസ്. അപ്പം ഇപ്പം ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഈ 50+ സ്കോർ അടുപ്പിച്ചടുപ്പിച്ച് നേടിയിട്ടുള്ള കുറച്ച് കളിക്കാരാണ് ഈ ഒരു ഗോൾഡൻ ലിസ്റ്റിൽ ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ T20 ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, ലോകേഷ് ശർമ്മയുണ്ട്, ലോകേഷ് രാഹുലുണ്ട്, രോഹിത് ശർമ്മയുണ്ട്. ഇവരെല്ലാവരുമാണ് ഇപ്പം നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ ഇരിക്കുന്നത്. പിന്നെ സൂര്യകുമാർ യാദവ് ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഇനി ഒരു അടുപ്പിച്ചൊരു 3 50+ സ്കോർ നേടിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ റിട്ടയർ ആയ കുറേ കളിക്കാരുണ്ട്. നമ്മുടെ കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ ഇന്ത്യൻ T20 സെറ്റപ്പിൽ നിന്ന് റിട്ടയർ ആയ കളിക്കാരാണ്. പിന്നെ ആക്റ്റീവായ കളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയുണ്ട്, ശ്രേയസ് അയ്യരുണ്ട്. ഇനി ഇവരൊക്കെ വീണ്ടും അടുപ്പിച്ചൊരു 3 കളി 50 എടുത്തിട്ട് 4ാമത്തെ കളിയിലേക്ക് വീണ്ടും ഒരു 50+ സ്കോർ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു റെക്കോർഡിന് വീണ്ടും ഒരു ചാൻസ് വരുന്നുള്ളൂ. പക്ഷേ സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞ വേൾഡ് കപ്പ് മാച്ചസിൽ അടുപ്പിച്ച് ഈ ലാസ്റ്റ് നടന്ന 3 നോക്കൌട്ട് മാച്ചസ് പോലത്തെ മാച്ചസിലാണെങ്കിൽ പോലും 50+ സ്കോറാണ് പുള്ളി നേടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 289 പിന്നെ ഒരു 50+ എബോ സ്കോറും വെസ്റ്റ് ഇൻഡീസിനെതിരെയും പിന്നെ ഫൈനലിലും സെമി ഫൈനലിലും ഈ 3 കളിയിലും പുള്ളി 50+ സ്കോർ ആയിരുന്നു കണ്ടെത്തിയിരുന്നത്. അപ്പം ഇന്നത്തെ കളിയിലും കൂടി ഒരു 50+ സ്കോർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെക്കോർഡ് പുള്ളിയുടെ കൈപ്പിടിയിലേക്കാകും. അതിനുള്ളൊരു ഗോൾഡൻ ചാൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളി നടക്കുന്നത് ഒരു ഇന്ത്യക്ക് പുറത്താണ്, അയർലൻഡിലാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് ഈ അയർലൻഡൊക്കെ പോലുള്ള രാജ്യങ്ങൾ എപ്പോഴും തന്നെ ഒരു ഓവർകാസ്റ്റ് കണ്ടീഷനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു കളിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിച്ചിൽ ബാറ്റിംഗ് കുറച്ച് ഈസി ആകാനുള്ള ചാൻസസ് ഉണ്ടാകുകയില്ല. പക്ഷേ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ അയർലൻഡിൽ പോയ ടൈമിൽ സഞ്ജുവിന് ചാൻസ് കിട്ടിയിരുന്നു. ആ ഒരു കളിയിൽ പുള്ളി അവിടെ ഒരു 50+ സ്കോർ നേടിയിരുന്നു. എനിക്ക് തോന്നുന്നത് പുള്ളിയും ദീപക് കൂടി അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു ആ ടൈമിൽ ഓപ്പൺ ചെയ്തത്. ഞാൻ കളി അത്ര ഓർക്കുന്നില്ല. പക്ഷേ എന്തായാലും പുള്ളി അന്ന് അവിടെ കളിച്ചപ്പോൾ ഒരു 50+ സ്കോറിനടുത്ത് അല്ലെങ്കിൽ 50+ സ്കോർ നേടിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം എന്നിരുന്നു കഴിഞ്ഞാലും പുള്ളിക്ക് ഇന്നത്തെ കളിയിൽ കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ഈ സോണിയുടെ പോസ്റ്ററും പിന്നെ സ്റ്റാർ സ്പോർട്സിൻ്റെ ഒക്കെ പോസ്റ്റർ ആണെങ്കിൽ പോലും മെയിൻലി ഫോക്കസ് ആയിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശി ഇവരൊക്കെയാണ്. അപ്പം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് എങ്ങനെ വൈഭവ് സൂര്യവംശിയെ ഡെബ്യൂ നടത്തും. ഇപ്പം ലാസ്റ്റ് വേൾഡ് കപ്പിൽ ഈ ഒരു പേര് നന്നായിട്ട് ചെയ്തു. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, പിന്നെ ഇഷാൻ കിഷൻ ഇവരെല്ലാവരും നല്ലൊരു ഗോൾഡൻ ഫോമിലാണ്. അപ്പം ബേസിക്കലി വൈഭവിനെ ഈ ഒരു ടീമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏതൊരു അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ സഞ്ജു ഒന്നുകിൽ ടീമിന് പുറത്ത് പോകണം അല്ലെങ്കിൽ അവരവരുടെ പൊസിഷനിൽ നിന്ന് മാറി കളിക്കണം. അപ്പം നേരത്തെ തൊട്ട് 1 ഡൗണൊക്കെ കളിച്ച് കംഫർട്ടബിൾ ആയ സഞ്ജു ആയിരിക്കും മിക്കവാറും ഒരു ടാർഗറ്റ് ഒരു 1 ഡൗണിലേക്ക് വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ മോശം ഫോമിലായി പോയിരുന്നുണ്ടെങ്കിൽ ടീമിലെ സ്ഥാനം തന്നെ വീണ്ടും ഒരു ക്വസ്റ്റിലേക്ക് പോകുക എന്നുള്ള സ്ഥിതിയിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് നടക്കുന്ന കളി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു 11 എന്ന്. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് ഇന്ന് എന്തായാലും ഇന്ത്യ ജയിക്കും. അതിൻ്റെ അകത്ത് സ്റ്റാർ ആകാൻ പോകുന്ന കുറച്ച് കളിക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. അപ്പം നമുക്ക് മാച്ച് കഴിഞ്ഞ് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.